നെയ്ത്തുകാരൻ എന്നുള്ള സിനിമയുടെ അകത്ത് അതുല്യ നടൻ മുരളിയോടൊപ്പം അഭിനയിക്കുകയും അതിൽ നായകൻ്റെ നായിക അല്ലാഞ്ഞിട്ട് പോലും അത്ര തന്നെ പ്രാധാന്യമുണ്ട് ആ സിനിമയ്ക്കകത്ത് സോന നായർ ചെയ്യുന്ന കഥാപാത്രത്തിന് ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ സോന നായർക്ക് മുരളി തരികയും വായനാശീലത്തെപ്പറ്റി സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം കവിതകൾ ചൊല്ലി തരുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നെയ്ത്തുകാരൻ എന്നുള്ള ഷൂട്ടിംഗ് സമയം മൊത്തം ഓർത്തെടുക്കുക? നെയ്ത്തുകാരൻ പ്രിയനന്ദനൻ, ഞങ്ങൾക്ക് 3 പേർക്ക്, പ്രിയനന്ദനും ഡയറക്ടർ, എനിക്കും സ്റ്റേറ്റ് അവാർഡ്, മുരളി സാറിന് നാഷണൽ അവാർഡ് കിട്ടിയ മൂവിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 എന്താ പറയുക റെക്കഗ്നീഷനുള്ള ഒരു മൂവിയായിരുന്നു. പടം വളരെ എന്താ പറയുക ലോ ബഡ്ജറ്റിൽ ചെയ്ത ഏറ്റവും ഒരു പാവപ്പെട്ട പടം എന്ന് വേണമെങ്കിൽ പറയാം. അതിലുള്ള കഥാപാത്രങ്ങളെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ലോ ബഡ്ജറ്റിൽ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അതിൽ മുരളി സാറാണ് അതിനകത്ത് വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മുന്നേ വടക്കുന്നാഥനൊക്കെ ചെയ്തിട്ടുണ്ട് മരുമകളായിട്ട്. ഇതിലും മരുമകളാണ്. അപ്പം തന്നെ നമുക്കറിയാമല്ലോ അവരുടെ അടുത്ത കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ. പിന്നെ കഥ കേൾക്കുമ്പോഴും ത്രൂ ഔട്ട് മരുമകൾ ഗീത എന്ന് പറഞ്ഞ കഥാപാത്രം എൻ്റെ എന്നും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഒരുപാട് ടേക്ക്, അതായത് മുരളി സാറോ ഞാനും അല്ല, പ്രിയൻജിക്ക് അതൊരു ഭയങ്കര, പ്രിയനന്ദന് പുള്ളി ഒരു 10, 15, 20 ടേക്കോളം എടുക്കും. കാരണം പുള്ളിയുടെ മൈൻഡിലുള്ള ഒരു സാധനം വരണം. അത് പുള്ളിക്ക് കാണിച്ചു തരാനും പറ്റുന്നില്ല. എന്നാൽ അത് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുമായിരുന്നു. എനിക്കൊക്കെ അതിശയമായിരുന്നു മുരളി സാറിനെയൊക്കെ കൊണ്ട് പ്രിയഞ്ചി ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് തന്നെ ഒരു, കാരണം അവരൊക്കെ ഒരു മാക്സിമം പോയ ഒരു 2 ടേക്ക്, അല്ലെങ്കിൽ എല്ലാം ഒരു സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റുകളല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ പ്രിയഞ്ചിയെ തന്നെ നോക്കുമായിരുന്നു കുറേ പ്രാവശ്യം എടുക്കും. പക്ഷേ അതെന്താ അത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആ ഒരു ഓരോ വർക്കിനും പ്രിയഞ്ചിക്ക്. അപ്പോൾ അത് നമുക്ക് 1-2 ദിവസം കഴിഞ്ഞപ്പം പുള്ളിയെ പിടികിട്ടി. ഡയറക്ടറിൻ്റെ ആ ഒരു എന്താണെന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു മൂവിയാണത്. ഞാനൊരിക്കലും അതിനകത്ത് എനിക്കൊരു സ്റ്റേറ്റ് അവാർഡിന് ഒരു ഹോപ്പുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മേ ബി ഉണ്ടാവാം. വളരെ സെറ്റിലായിട്ടുള്ളൊരു അഭിനയമായിരുന്നു എന്നൊക്കെയാണ് ജഡ്ജസ് ജൂറി പറഞ്ഞത്. അപ്പം അതാണ് സ്റ്റേറ്റ് അവാർഡിന്. നടൻ മുരളിയുമായിട്ടുള്ള അനുഭവങ്ങളുണ്ടല്ലോ. മുരളി സാർ, ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ മുരളി സാർ എപ്പോഴും വായിച്ചിട്ടേ ഇരിക്കും പുസ്തകം. ഒരു വലിയൊരു ബുക്കിൻ്റെ അകത്ത് വായിക്കുന്ന ബുക്ക് എടുത്ത് അകത്ത് വയ്ക്കും. ഇംഗ്ലീഷ് ബുക്കാണ്, നോവലൊക്കെയാണ്. നോവലോ എന്തോ അറിയത്തില്ല, അതായിരിക്കും. പക്ഷെ അതിൻ്റെ കവറ് വേറെ ഇതായിരിക്കും. അപ്പം അറിയില്ല ഏതാണ് വായിക്കുന്നത് എന്താണെന്ന്. അപ്പോൾ അതിനെ നോക്കുമ്പോൾ കാണാം ഇംഗ്ലീഷ് ബുക്കാണ്, വെളിയിൽ പക്ഷേ മലയാളത്തിൻ്റെ സംഭവമാണ്. ഈ അത്തരം എന്താ പറയുക എപ്പോഴും ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ വായിച്ചിട്ടേ ഇരിക്കുന്നതാണ്. ഷോട്ട് കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്ന സമയങ്ങളെല്ലാം വന്നിരുന്ന് വായിക്കും. കുറേ പുസ്തകങ്ങൾ വായിക്കും. വായിച്ച പുസ്തകങ്ങളെ പറ്റി പറയും, അതിൻ്റെ ഓഥറിനെ പറ്റി പറയും. നിറയെ പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയും എന്നോട്. കവിതകൾ തന്നെ അപ്പോൾ സ്പോട്ടിൽ കവിതകൾ ഉണ്ടാക്കുമായിരുന്നു, അതൊക്കെ ചൊല്ലിത്തരും. മീൻസ് അടുത്തിരിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ വർക്കില്ലാതെ നമ്മൾ തൊട്ടടുത്തിരിക്കുകയാണെങ്കിൽ പക്ഷെ നമ്മൾ അതാണ് വളരെ അറിവുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്കൊരു നിമിഷം ഇരുന്നാൽ മതി, ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും എനിക്ക് സാറിൻ്റെ അടുത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പല കഥകളും എന്താ പറയുക നമുക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുക. വേറെ ഈ സോ കോൾഡ് സിനിമ സംഭവങ്ങളോ മറ്റു കാര്യങ്ങളോ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ഒന്നും അദ്ദേഹത്തിൻ്റെ വാക്യത്തിൽ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. ഞാൻ വർക്ക് ചെയ്തിടത്തോളം കാലം എപ്പോഴും ഇങ്ങനെ ചിന്തകളും പുസ്തകങ്ങളെ പറ്റിയും അങ്ങനെയൊക്കെയാണ്. പാർട്ടിയെ പറ്റിയും ആള് ഭയങ്കര പാർട്ടിയെ പറ്റി ചൊല്ലി കുറേ സംഭവം. അന്ന് ആ സമയത്ത് വായിച്ചതാണ്, എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ആ സമയത്ത് അദ്ദേഹം ഒരുപാട് നേരം കണ്ണാടിയിലൊക്കെ നോക്കിയിരിക്കും. അപ്പം ചോദിച്ചത് എന്തിനാണ് ഇത്രയും നേരം കണ്ണാടിയിൽ നോക്കിയിരിക്കുന്നത്? ഞാനും അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സത്യമാണോ? അത് അങ്ങനെയല്ല, അത് എല്ലാ സിനിമയിലും ഉണ്ടായിരുന്നില്ല. നെയ്ത്തുകാരനിൽ മുരളി സാറിനെ കാട്ടിയും ഒരു 10-50 വയസ്സായ ഒരു കഥാപാത്രമായിരുന്നു. ഭയങ്കര ഒരു വൃദ്ധനായിട്ടുള്ള ഒരു അവനാണ് പുള്ളി. വർത്തമാനങ്ങൾ വളരെ കുറവാണ്. എല്ലാം ഈ ഫുൾ ആക്ഷൻസിലും റിയാക്ഷൻസിലും ഒക്കെയാണ് സാധനങ്ങൾ പറഞ്ഞു പോകുന്നത്. വളരെ വിരളമാണ് സംസാരിക്കുന്നത്. അപ്പം എപ്പോഴും ഷോട്ടിന് തൊട്ട് മുൻപായിട്ട് AD വന്ന് വിളിക്കുമ്പം വരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ കണ്ണാടി എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ കുറച്ച് നേരം ഇങ്ങനെ തന്നെ നോക്കിയിട്ടേ ഇരിക്കും. കുറച്ച് നേരം ഇരിക്കും. മുഖത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ പുള്ളി എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കും ഫ്രെയിമിൻ്റെ അടുത്തേക്ക്. അപ്പോൾ മുരളി സാർ വരുന്നില്ലേ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കുറച്ച് നേരം ഇരിക്കും. അല്ലാതെ ഇങ്ങനെ മേക്കപ്പ് ടച്ച് അങ്ങനെ അതിനല്ല,
എന്തോ അതിൽ നോക്കിയിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ 2-3 പ്രാവശ്യം ശ്രദ്ധിച്ചു. അത് കുറേ പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ചെയ്തപ്പോൾ എനിക്ക് ചോദിക്കാമോ അങ്ങനെ എന്താണ് നോക്കുന്നത് എനിക്ക് പേടിയായിരുന്നു. പക്ഷേ നമ്മൾ അത്രയും നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് എന്താണ് ഇങ്ങനെ നോക്കുന്നത് പറഞ്ഞു. ഞാനിങ്ങനെ ഒന്ന് നോക്കിയായിരുന്നു ഇങ്ങനെ ഒന്ന് ചെയ്താൽ എങ്ങനെ എങ്ങനെ ആ ഒരു ഫ്രെയിമിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ എന്നുള്ളത് എന്ന് കരുതി അങ്ങനെ ഇങ്ങനെ നോക്കുക ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല ഇതിൽ തന്നെ നോക്കിയിരിക്കുന്നത്. അതെൻ്റെ ആ ഒരു ഇതെന്താന്ന് എനിക്കിപ്പോഴും സാർ ഉണ്ടായിരുന്നെങ്കിൽ പാവം എനിക്ക് നമുക്കൊക്കെ ഒരു വലിയ നഷ്ടമാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ചോദിച്ചാലും അതൊക്കെ തന്നെയായിരിക്കും മറുപടി. കാരണം അങ്ങനെ പൂർണ്ണമായിട്ട് മറുപടി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നോക്കുകയായിരുന്നു ഇങ്ങനെ ഇതിങ്ങനെ ചെയ്താലോ ഇങ്ങനെ നോക്കിയാലോ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നാലോ എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ കണ്ണാടി വെച്ച് ഇങ്ങനെ നോക്കും സൈഡ് നോക്കും ഇങ്ങനെ ഇരുന്നാലോ അങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ നോക്കിയിട്ടേ ഇരിക്കും ആ കണ്ണുകളിൽ. എനിക്കൊണ്ട് ആ കണ്ണും ആ മിററിൽ വരുന്ന കണ്ണുമായിട്ട് എന്തെങ്കിലും സാറ് പറയുന്നതാണോ എനിക്കറിയത്തില്ല. ആ വർക്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിശയം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതെല്ലാവരും കാണണമെന്നില്ല. അപ്പോൾ ADs മാത്രമാണ് കാണുന്നത്. ചിലപ്പോൾ അകത്തിരിക്കുമ്പോൾ വിളിക്കാൻ വരുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും കണ്ണാടിയിട്ട്. എപ്പോഴും ഇല്ല, വളരെ റയറായിട്ട്. ഒരുപാട് സന്ദർഭങ്ങളിൽ ഇങ്ങനെ സാധാരണ ഒരാൾക്ക് വളരെയധികം വിഷമം വരും. ചിലപ്പോൾ അയാൾ കുറേ കാലത്തേക്ക് അയാൾ അലട്ടും ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ സ്വന്തമായിട്ട് ജീവിതത്തിലുണ്ടായിട്ട് ഇപ്പം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ ആവുന്നു. അത് പെട്ടെന്ന് തന്നെ ആ ന്യൂസ് സ്പ്രെഡ് ആവുന്നു. അത് അപ്പം തന്നെ അവസാനിക്കുന്നു. കുറേ പേര് അതിനോട് വളരെ മോശം രീതിയിൽ വിമുഖത പ്രകടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ നടിയാവുന്നത് ഒന്നാമത്തെ നടിയാണെന്ന് എല്ലാവരും വിചാരിക്കുന്നത് പെട്ടെന്ന് രണ്ടാമത്തെ നടിയാവുന്നു. ഇതൊന്നും പക്ഷെ അങ്ങനെ ബാധിച്ചതായിട്ട് കണ്ടിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ചിരിച്ചായിരിക്കുന്നു. ഒരിക്കലില്ല. ഒരിക്കലും ബാധിച്ചതെന്ന് വെച്ചാൽ ഒക്കെ എവിടെയോ സങ്കടങ്ങൾ ഉണ്ടാവും. അതെന്താ അങ്ങനെ ആയി പോയത് എന്നുള്ളത് ഇതിനടുത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മൈൻഡിൽ മാത്രമേ എനിക്ക് ചോദിക്കാൻ പറ്റുന്നുള്ളൂ. അതിന് ആൻസറബിൾ ആയിട്ടുള്ള അപ്പം അങ്ങനെ മാറുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. അത് ആൻസറബിൾ അല്ലാത്ത പക്ഷം നമ്മൾ അതിന് ആ ചോദ്യങ്ങൾ കുറേ ചോദിച്ച് നമ്മളെ മൈൻഡിനെ ഇല്ലാണ്ടാക്കാതിരിക്കുന്നതാണ് ബെറ്റർ. സോ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ വിചാരിക്കും ഇതും എറ്റ് അനദർ ഇതായിരിക്കും പവറിൻ്റെ ഒരു ഇതായിരിക്കും. മേ ബി ഇങ്ങനെ ആകാം, അങ്ങനെ ആയിരിക്കാം. യൂണിവേഴ്സ് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നാവാം. അതാണ് ഞാൻ അതിലേക്ക് അങ്ങ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വിഷമങ്ങളും എന്നെ അലട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നതും. ശരിക്കും ചിരിക്കുന്നത് ചിലർ പറയും ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ് ഭയങ്കരമായിട്ട് ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര സങ്കടമൊന്നും ഈശ്വരൻ അങ്ങനെ തന്നിട്ടില്ല, തരാതിരിക്കട്ടെ ആർക്കും. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഓപ്പണായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട്. ചിരിക്കുമ്പോൾ എല്ലാം മതിമറന്ന് ചിരിക്കുക, ആരെയും ആക്കി ചിരിക്കാതിരിക്കുക, ഒരാളുടെ മുഖത്ത് നോക്കി ബ്ലെയിം ചെയ്യാതിരിക്കുക. ചിരിയിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പം അതായിരിക്കണം എപ്പോഴും. ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കുന്നമ്മൻ ശാന്തയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പോർഷനാണ് ഈ പായയും തലോണയും ഇങ്ങനെ മടക്കിയിട്ട് ലാൽ സാർ ഒരു കട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ എറിയുന്നൊരു സീക്വൻസ് ഉണ്ട്. എത്രയോ സ്വാഭാവികതയോട് കൂടിയിട്ടാണ് അത് ചെയ്തത്. കാരണം അവർ എത്രയോ കാലമായിട്ട് ഒരു ചുമരിന് അപ്പുറം ഇപ്പുറം താമസിക്കുകയാണെന്ന് നമുക്ക് പെട്ടെന്ന് അത് ബിലീവ് ചെയ്യാൻ പറ്റും. ആ മൊമെൻറ്റ് വളരെ രസമാണ്. അതിന് ശേഷമുള്ള ചീത്ത വിളിയും ഒക്കെയും അത് സാധ്യമായത് ശ്രീ മോഹൻലാൽ എന്നുള്ള പ്രതിഭ വളരെ റിസ്ട്രെയിൻഡ് ആയിട്ട് നിങ്ങളോട് ഇടപഴകുക, അല്ലെങ്കിൽ ആ ഷോട്ടിന് അങ്ങനെ ഇതൊരു ഭയങ്കര സംഭവമല്ല, ഇത് ഈസിയാണെന്ന് കാണിക്കുക, അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണോ അങ്ങനെ ആ ക്യാരക്ടറും അങ്ങനെ ഒരു സോന നായരെ പിന്നെയും കണ്ടിട്ടില്ല? നമ്മൾക്കിപ്പം ഒരു സിനിമയിൽ ഒരു കഥാപാത്രം എഴുതി വയ്ക്കുന്ന രീതി, അത് ഡയറക്റ്റ് ചെയ്യുന്ന രീതി, അത് ഗിവ് ആൻഡ് ടേക്ക് കൊടുത്ത് അതിനെ പ്രതിഫലിക്കുന്ന ആക്ടേഴ്സ്, ഇതൊക്കെയാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പം നരനിൽ ആ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 കഥാപാത്രങ്ങളാണത്, ഇത് 2 പേരും. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ എഡിറ്റഡ് ആവാത്തതായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിന് കുറേ കൂടെ ക്ലാരിറ്റി ഉണ്ടായേനെ. മനസ്സിലായോ? അത് എഡിറ്റഡ് ആയതുകൊണ്ട് ഈ വരുന്ന ഇതേമാതിരി ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടനെ പോലുള്ളൊരു മഹാപ്രതിഭ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു ടേക്കൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണല്ലോ ചെയ്യേണ്ടത്. പെർഫെക്ഷനാണ് പുള്ളിയുടെ. നമുക്ക് തോന്നും ഭയങ്കര ഇത് റിഹേഴ്സലായിരിക്കാം, നമ്മളിപ്പോൾ ടേക്കിന് ഭയങ്കരമായിട്ട് കൊടുക്കും എന്നുള്ളൊരല്ല. പക്ഷെ ടേക്കിന് കൊടുക്കുന്നതും റിഹേഴ്സലിൻ്റെ ആ ഒരു ലാഘവത്തോടെ എന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറം വേറൊരു ടേക്ക് ഇല്ല. മനസ്സിലായോ? ആ ടേക്കാണ്, സെക്കൻഡ് ടേക്ക് ഇല്ല. അപ്പം നമ്മളിതിനകത്ത് അത് അങ്ങനെ 1-2 ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ ലാലേട്ടൻ, അമ്പിളിച്ചേട്ടൻ,
പരേഷ് റാവൽ, ഇങ്ങനെയുള്ള കുറേ നാനാ പട്ടേക്കർ, അവരുടെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ വിരളം ആക്ടേഴ്സ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള. പൊതുവേ നമുക്ക് ഒരു ആക്ടറിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും. എന്നെ ഇൻഫ്ലുവൻസ്ഡ് ആക്കിയിട്ടുള്ള ആക്ടേഴ്സാണ് ഈ ജെൻസിൽ. ലേഡീസിൽ KPC ലളിതാൻറ്റി എൻ്റെ എവർഗ്രീൻ ആക്ട്രസ്സാണ് ഇപ്പോഴും എപ്പോഴും എന്നും. അതേമാതിരി തന്നെ ഉർവശി ചേച്ചി. ഈ രണ്ട് ജനറേഷനിലെ ആക്ടേഴ്സാണ്, 2 ഏജിലെ. ലളിതാൻറ്റിയും ഉർവശി ചേച്ചിയും 2 ഏജിലെ 2 ജനറിലെ ആക്ടേഴ്സാണ്. ഇവർ രണ്ടുപേരെയും വെല്ലാനായിട്ട് ഇനി ഒരാൾ ജനിക്കുമോ അത് ഉണ്ടോ എന്ന് എന്നിലെ ആക്ടറിന് ഡൗട്ടാണ്. ഇപ്പോഴും ആരാധിക്കുന്ന, അത് ഞാൻ പറഞ്ഞില്ലേ, സോക്കോൾഡ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ആക്ട്രസ് എന്നുള്ളൊരു നിലയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സാണ് ഇവർ. ഇവരുടെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും, അതായത് ഉർവശി ചേച്ചിയോടൊത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നല്ല പരിചയമാണ്, കാര്യമാണ്, എല്ലാ സംഭവങ്ങളാണെങ്കിലും ആ ഒരു നിർഭാഗ്യം എനിക്ക് ഇപ്പോഴും സങ്കടമാണ്. ചേച്ചിയുടെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ്, അതും എല്ലാം തട്ടക്ക് വർത്താനം പറയുന്ന ചേച്ചി എങ്ങനെ ചെയ്യുന്നു അതിനോടൊപ്പം അങ്ങനെ, അതൊക്കെ ഞാൻ പറയില്ലേ, ഈ സ്വപ്ന സാഫല്യത്തിനാണ് ഞാൻ റീൽസ് എടുക്കുന്നത്. അല്ലാതെ കിട്ടുന്നില്ല, ഇതിലെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അത് തമാശക്ക് പറഞ്ഞാണ്. റൊമാൻസ് രസമാണ്, ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പാട്ടില് ഡയലോഗുകൾ പറഞ്ഞിട്ട്, അത് രസമാണ്. അതൊക്കെ ചുമ്മാ ചെയ്യും. അതൊന്നും ഒരിക്കലും നമ്മുടെ വെള്ളിത്തിരയിൽ നമുക്കിതൊന്നും ഒരു ജന്മത്തവരാരും തരത്തുമില്ല. തമിഴിലെ മറ്റേ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള മറ്റെന്താണ് കാജൽ അഗർവാളും അവരൊക്കെ ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയാണ് ഞാൻ എടുക്കുന്നത് ഈ പ്രായത്തിൽ. അപ്പം ഓഫ്കോഴ്സ് നമുക്ക് അതിലെങ്കിലും ചെയ്തൊന്ന് തൃപ്തിപ്പെടുത്താമല്ലോ. ഇതിനൊന്നും ആർക്കും ഈ കപ്പം കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. ഫ്രണ്ടിൽ നമുക്ക് ഇത്തരം കുറേ സാധനങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിൽ നമുക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ തമ്പ് എൻഡിൽ തന്നിട്ടുണ്ട്. അവ കുറേ പേർക്ക് സത്യം പറയാമല്ലോ, എത്ര പേർക്കെന്നറിയാമോ ഇതൊക്കെ ഒരു ആശ്വാസം. ഇങ്ങനെയുള്ള ഈ പറയുന്ന റീൽസുകളായാലും എത്ര പേരെയാണ് നമ്മൾ, ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എത്ര പേരെയാണ് കാണുന്നത് ഡെയിലി, അല്ലേ? നമുക്ക് കുട്ടികളുടെ സെഷൻ ആവട്ടെ, വീട്ടിൽ അടുക്കളയിൽ മാത്രം നിൽക്കുന്നവർ, എത്ര പാട്ടുകാരികളെയാണ് നമ്മൾ കാണുന്നത് ഈ റീൽസിലൂടെ. ഇവരൊക്കെ മുന്നിൽ വരേണ്ടവരാണ്, പക്ഷേ വരുന്നുണ്ടോ? അപ്പം ഈശ്വരൻ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കും ഈശ്വരൻ്റെ ഒരു വലിയ കളിയാണ്. കാരണം ഒരേ സമയത്ത് തന്നെ നമ്മൾ എത്ര പ്രഗത്ഭരാകാൻ ചാൻസസ് ഉള്ള എത്ര ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. നമുക്കൊന്നും ഇത് ഏതോ മൂലയ്ക്ക് ഏതോ അറ്റത്തുള്ള ആൾക്കാരാണ്, അല്ലേ? നമ്മൾ ഡെയിലി കാണുന്ന കൂടിയില്ല. പക്ഷെ ത്രൂ ഈ നെറ്റ്വർക്കിൽ കൂടെ നമുക്കത് കാണാൻ പറ്റുന്നതും ഈ ഒരു നെറ്റ്വർക്ക് യുഗത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നതും ഒക്കെ, എൻ്റെ ഭഗവാനെ, ഞാൻ അതിനകത്ത് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം ഇപ്പം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് എത്രമാത്രം ടാലൻറ്റഡ് ആയിട്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഈ ചോദ്യങ്ങൾ പോലും സോക്കോൾഡ് നോർമൽ ഒരു ആങ്കർ ചോദിക്കുന്ന രീതികളെ അല്ല. അപ്പം ഞാനൊരു ടാലൻറ്റിനെ പരിചയപ്പെടുകയാണ്, മനസ്സിലായില്ലേ? ഇഷ്ടമാവുകയാണ്. അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളല്ലേ നമ്മൾ ഡെയിലി ഇങ്ങനെ നിറയ്ക്കുന്നത്. അതൊരു മഹാഭാഗ്യമല്ലേ, ഇങ്ങനെ ഈ ഒരു കാലഘട്ടം ജീവിക്കാൻ പറ്റുക, ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുക, ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുക. അപ്പോൾ കിട്ടിയതിനെ കൊണ്ട് സംതൃപ്തിപ്പെടുക, കിട്ടാത്തതിനെ അങ്ങനെ അങ്ങ് വിടുക. ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതോ നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങ് വിചാരിക്കുക. കിട്ടിയത് കുട്ടി സാധനത്തിൽ കിട്ടിയാലും അതുകൊണ്ട് അങ്ങ് ഹാപ്പി ആവുക. നമുക്ക് അത്രയെങ്കിലും കിട്ടിയല്ലോ, ഇത്രയും പോലും കിട്ടാത്ത ആൾക്കാർ എത്രയോ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ എപ്പോഴും വിചാരിക്കണം ഒരു ഗ്ലാസ്സിൽ പാതി ഉണ്ടാവുള്ളൂ, അപ്പം നമുക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. മനസ്സിലായോ? എനിക്കൊരു ഹാഫേ കിട്ടിയുള്ളൂ, അങ്ങനെയും വിചാരിക്കാം. ആ ബാക്കിയും കൂടെ ഒത്തിരി കൂടെ ഒഴിച്ചു തന്നൂടെ എന്ന്. അപ്പോൾ പിന്നെ വിചാരിക്കും ഇത്രയെങ്കിലും ഈ ഗ്ലാസ്സിൽ കിട്ടിയല്ലോ, അത് പോട്ടെ. അപ്പം ഇങ്ങനെ 2 ഇൻ്റർപ്രിട്ടേഷൻ ഒരേ ഗ്ലാസ്സിലെ വെള്ളം വെച്ച് നമുക്ക് ചെയ്യാം. അതേപോലെയാണ് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ. കിട്ടാത്തതിനെ പറ്റി ഒന്നും വെക്കല്ല, നമ്മളെല്ലാം ഭയങ്കര ഗിഫ്റ്റഡ് ആണോടോ, ഭയങ്കരമായിട്ട് ഗിഫ്റ്റഡ് ആണ്. അത് നമുക്ക് കാണിക്കേണ്ട, ഷോക്കേസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ കാണിക്കുന്നു, അല്ലാത്തവർ നമ്മളെ തള്ളി നിർത്തുമ്പോൾ എന്താ പറയുന്നത്, ഒരു ഘട്ടത്തിൽ ഈശ്വരൻ നമ്മളെ പൊക്കി പിന്നെയും എടുത്തുകൊണ്ട് ഇതേ ആൾക്കാരുടെ തള്ളി നിർത്തിയവരുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നു എഗെയിൻ. ഇതൊക്കെ നമ്മുടെ എത്ര എക്സാമ്പിൾസ് ആണ് നമ്മൾ കാണുന്നത്, അല്ലേ? എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ബ്ലെയിം ചെയ്ത് തള്ളി നിർത്തിയവരെ ഈശ്വരൻ അവരുടെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിയ എത്രയോ ഇൻസ്റ്റൻസസ് ആണ് നമ്മൾ ഡെയിലി വായിക്കുന്നത്, കാണുന്നത്. അപ്പം
ഇതിലൊന്നും ഒരു കാര്യമില്ല, ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല ലൈഫിൽ, അല്ലേ? യെസ്. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഒരു ഇത് ഇത് സംഭവം ഈശ്വരനായിട്ട് തരുന്നു, അത് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർ കൊണ്ടുപോയി നമ്മളെ കാണിക്കുന്നു, നിർത്തുന്നു. എപ്പോഴും ഫാമിലി, ആൾക്കാർ, അതൊക്കെ തന്നെയാണ് നമുക്ക് എപ്പോഴും ഞാൻ ഈ ഫാമിലിയെ പറ്റി പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ട്, ഈ ഫാമിലി മൊത്തം വർക്ക് ചെയ്ത സിനിമയല്ലേ ഇംഗ്ലീഷ്? മൊത്തം അല്ല, ഹസ്ബൻഡ് സോന രണ്ടുപേരും ഭാഗമുണ്ടല്ലോ. മുമ്പ് വായിച്ചിട്ടുണ്ട്, എനിക്കൊരു പടം ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, കാരണം അതിന്റെ ക്യാമറ വർക്ക് വീട്ടിൽ ഭദ്രമാണ് എന്നുള്ളത്. കറക്റ്റാണ്. കാരണം ഞങ്ങൾ ഒരു മൂവി കാണാൻ പോകുമ്പോൾ തന്നെ പുള്ളി ക്യാമറാമാൻ, ഇപ്പോൾ പുള്ളിയുടെ 2-3 പടങ്ങളിൽ ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളി ഒരിക്കലും എന്നെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, യോ ആ ക്യാരക്ടർ സോന ചെയ്യുമല്ലോ, അങ്ങനെ ഒന്നും പറയാറേയില്ല പൊതുവേ. റെക്കമെൻഡേഷൻ ഒന്നും നെവർ, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവർക്കറിയാം, ഇപ്പോൾ ഹസ്ബൻഡിനെ വയ്ക്കുമ്പോൾ സോന ഫ്രീ ആയിരിക്കുമോ, ആ ക്യാരക്ടർ ചെയ്യാൻ സോനയ്ക്ക് ഓക്കെ ആയിരിക്കുമോ എന്ന് ചേട്ടൻ ഹസ്ബൻഡ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഡയറക്റ്റായിട്ട് ചോദിക്കുക, ഞാൻ ഈ കാര്യങ്ങൾക്കായിട്ടൊന്നും എൻ്റെ പ്രൊഫഷനായിട്ട് യാതൊരു തര സംഭാഷണങ്ങളോ ബന്ധങ്ങളോ അത്തരം വർത്തമാനങ്ങളോ ഒന്നുമില്ല. എനിക്ക് നല്ലതാണെന്ന് തോന്നിയാലേ ഞാൻ വീട്ടിൽ നിന്ന് പെട്ടിയായിട്ട് ഇറങ്ങുള്ളൂ എന്ന് അറിയാം ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ വരില്ല, എന്തിനത് ചെയ്ത് എന്ന് ഇന്ന് വരെ അങ്ങനെ ചോദിക്കുക. പുള്ളിക്ക് തല കുനിക്കേണ്ട ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. സോ അത് തന്നെ മതി എനിക്ക്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന സാധനങ്ങൾ, കുട്ടി സാധനമാണെങ്കിലും, ഒരാൾ തുമ്മുന്നതിന് മുൻപായിട്ട് മാഞ്ഞു പോണ ഒരു ക്യാരക്ടറാണെങ്കിലും ഞാൻ എടുക്കും. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബേസിക് സംഭവം എന്ന് വെച്ചാൽ, ഒന്നുകിൽ എനിക്ക് ക്രൂ ഇഷ്ടപ്പെടണം, നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. ആ ഓടി മിന്നി മായുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ല ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു. ക്യാമറാമാൻ, നല്ല ക്യാമറാമാൻമാർ കാണാൻ കൊള്ളാമെന്നുള്ള ആൾക്കാരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അതെ, അമൽ നീരത്തിൻ്റെ പോലെ ഒരു ക്യാമറാമാൻ, ഒരു നല്ല ക്യാമറാമാൻ, നല്ല സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ ആസ് എൻ്റെ ഒരു ഹസ്ബൻഡ് സിനിമാറ്റോഗ്രാഫർ ആയതുകൊണ്ടും അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മളൊരു സിനിമ കാണുമ്പോഴും തിയേറ്ററിലാണെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനെ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കാം, ആ ഷോട്ട് എങ്ങനെയാണ്, ഈ ഷോട്ടിൽ എന്തായിരിക്കും ഉപയോഗിക്കുക, ഇതിലേതായിരിക്കും, അത് പാറ ഉപയോഗിച്ചിട്ടുണ്ടോ, അത് ഉപയോഗിച്ചിട്ടുണ്ടോ, എല്ലാ ലൈറ്റ്സിനെ പറ്റിയൊക്കെ പറയാം. അങ്ങനെ ഒരു ടെക്നിക്കൽ സംഭവങ്ങളായിട്ടാണ് ഞങ്ങൾ സിനിമ കാണുകയും വീട്ടിൽ സിനിമ കാണുകയൊക്കെ ചെയ്യുന്നത്. വീട്ടിലാണെങ്കിൽ നമുക്ക് പോസ് ചെയ്ത് കാണിക്കാം, ഷോട്ടുകൾ നമുക്ക് പറഞ്ഞു തരും ആള്. അപ്പം എനിക്ക് ആ ഒരു സൈഡും എനിക്ക് ഒരു ഓക്കെയാണ്, ആളിങ്ങനെ ഉള്ളതുകൊണ്ട്. അപ്പം അത് ഒരു പക്ഷേ എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഈ അനുഭവങ്ങളെല്ലാം നടിമാർക്കും ഭർത്താക്കന്മാർ ടെക്നിക്കൽ സൈഡിൽ ഇരിക്കുന്നവർക്ക് അതങ്ങനെ ഉണ്ടാവാം. ഞാനിതൊന്നും പറഞ്ഞേ ഉള്ളൂ. ഇനി ഇത് പൊക്കി പിടിച്ചോണ്ടോ ഹൃദയനം, അവൾ ഭയങ്കര അവൾ എന്താണ് വിചാരിക്കുന്നത്, ഭർത്താവ് ഒരു സൈഡിൽ കൂടെ പോകണം, അവൾ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് അങ്ങ് കമഴ്ത്തിക്കളയും എന്നൊക്കെ ആയിരിക്കും വരിക. മനസ്സിലായില്ലേ? ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വർക്ക് ചെയ്യുന്നത് അവിടെ മീൻസ് ആക്ട് ചെയ്യുമ്പോൾ എനിക്കെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ലൈറ്റോ പ്രത്യേക സംഭവങ്ങളോ അങ്ങനെ ഒന്നും വെക്കാറില്ല കേട്ടോ. ആള് ഏതോ ഒരു ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുന്നു, ആ ഒരു ലാഘവത്തോടു കൂടിയേ കാണുന്നുള്ളൂ. ഷൗട്ട് ചെയ്യണമെങ്കിൽ ഷൗട്ട് ചെയ്യും, മേക്കപ്പ് കൂടി ലിപ്സ്റ്റിക്ക് കൂടിയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഭയങ്കര ഷൗട്ടിങ് ആയിരിക്കും. അവിടെ ഭർത്താവ് ഭാര്യ എന്നൊന്നുള്ളതല്ല, കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞുകൂടെ എന്ന് വളരെ മ്ലേച്ഛമായിട്ട് ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പം അതൊന്നും നമ്മൾ ആൾക്കാരുടെ മുന്നിൽ ഷൗട്ടൊന്നും കേൾക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആദ്യമേ നമ്മളൊന്ന് സെറ്റായിട്ടൊക്കെ ആയിരിക്കും പോവുക. അതിൻ്റെ ഒരു ഇത് അങ്ങനെ നടക്കുക, അതൊക്കെ ഇഷ്ടമാണ്. ഈ പറയുന്ന ഇംഗ്ലീഷ് ആയാലും ഇപ്പോൾ ഞങ്ങൾ കുറച്ച് 1-2 പടങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ വെഞ്ചർ ഉടനെ ഉണ്ടാവട്ടെ. ഡയറക്ടർ എൻ്റെ ഭയങ്കര ഒരു സ്വപ്നമാണ്. പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് കൈവയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളാണ്. ഡയറക്ടർ ഷുഡ് ബി ലൈക്ക് എന്താ പറയുക, ഒരു നല്ല എഡിറ്ററായിരിക്കണം, ഒരു എഡിറ്റിംഗ് സെൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം, സിനിമാറ്റോഗ്രാഫിയെ പറ്റിയും ലെൻസസിനെ പറ്റിയും ഒക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒരു സ്ക്രിപ്റ്റ് കിട്ടി, ആ ഒരു കണ്ടൻറ്റ് കിട്ടി, ഒരു അസോസിയേറ്റോ ഒരു കോ ഡയറക്ടറോ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളൊരു ലെവലല്ല. നമ്മൾ എല്ലാ ഏരിയ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? അതിൽ ഞാൻ ഇപ്പോഴത്തെ പുതിയ കുട്ടികളിൽ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു വാവ് തോന്നിയിട്ടുള്ള രാജുവാണ്, പൃഥ്വിരാജാണ്. ഭയങ്കര വെയിറ്റ് ചെയ്ത് നിന്ന് സാധനം ചെയ്യുക, എല്ലാത്തിനെ പറ്റി അറിയാം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അണ്ടർ ദി സൺ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു ലെവലിലേക്ക് എത്തുക ഒരു ഡയറക്ടർ. ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസറബിൾ ആയിരിക്കണം. അങ്ങനെ എത്ര ഡയറക്ടേഴ്സ് ഉണ്ട് നമുക്ക്? പുതിയ ഡയറക്ടേഴ്സിൽ തന്നെ എത്ര പേരുണ്ട്? ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ലെൻസിനെ എടുത്തു കഴിഞ്ഞാൽ ആ ലെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു ഷോട്ടിൽ ആ ലെൻസ് എന്തിനാ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇത് വേണം. ചുമ്മാ എടുത്ത ഓരോരോ ലെൻസസ്, കുറേ ലെൻസസ് ഉണ്ട്, എടുത്ത് അങ്ങ് ഉപയോഗിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ.